വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തെ 11/10/2025 മുതൽ 20/10/2025 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. ഒക്ടോബർ 11 ചെനാബ് നദിയിൽ നിലവിൽ വരാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി സാവാൽകൂട്ട് പദ്ധതി. സമുദ്ര അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പലാവു. ഏത് സംസ്ഥാനത്താണ് ബ്രിഡ്ജിപോറസ് കനാഡി എന്ന പുതിയ സസ്യ ഇനം കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. നെസോലിൻസ് ബനാബിറ്റാന എന്ന പുതിയ കടന്നൽ ഇനത്തെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? പശ്ചിമ ബംഗാൾ. രാജ്യത്തെ ആദ്യ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതനായത് ദീപിക പദുക്കോൺ. പ്ലൂട്ടോണിയം മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ എഗ്രിമെന്റ് PMDA അമേരിക്കയും ഏത് രാജ്യവും തമ്മിലുള്ള ഒരു കരാറാണ്. റഷ്യ. ഇന്ത്യയിൽ ചിപ്പ് രൂപകൽപ്പനയ്ക്കൊരുങ്ങുന്ന തായ്വാനിലെ ചിപ്പ് നിർമ്മാതാക്കൾ മീഡിയാടെക്. ഒക്ടോബർ 12 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. അതിർത്തി രക്ഷാസേന BSF-യുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതനായത് ഭാവന ചൗധരി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദുർബല പിന്നോക്ക വിഭാഗങ്ങൾക്ക് 5000 വീടുകളിൽ കൂടി സൗജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന അനർട്ടിന്റെ പദ്ധതി ഗ്രീൻ ഇൻ സ്കീം ഹരിത വരുമാന പദ്ധതിയിൽ നിന്ന്. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് വേദിയാകുന്നത് ഭുവനേശ്വർ. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സർക്കാർ ലോവർ പ്രൈമറി സ്കൂൾ കെട്ടിടം മേൽമുറി മുട്ടിപ്പടി ഗവൺമെന്റ് LP സ്കൂൾ മലപ്പുറം. 48 വർഷത്തിനിടെ മിസിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ഷെറി സിംഗ്. EP ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഏത് മന്ത്രാലയമാണ് അഗ്രി ഇനിക്സ് പ്രോഗ്രാം ആരംഭിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം. ഒക്ടോബർ 13 അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. ഒക്ടോബർ 13 2025 കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് അർജന്റീന. (2025) സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിനർഹനായത് ജോയൽ മൊക്യർ, ഫിലിപ്പ് ആഗ്യോൺ, പീറ്റർ ഹവ്വിറ്റ്. ദേശീയ ടെലി മാനസികാരോഗ്യ പരിപാടി ടെലിമനാസ് ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? വനിതാ ശിശു വികസന മന്ത്രാലയം. ലോകത്തെ ആദ്യ മൾട്ടി സെന്റർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഗാലക്സി. ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ NGHM പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളായി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച 3 പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങൾ പാരദീപ്, ദീൻദയാൽ, VO ചിദംബരം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ പട്ടിക IUCN പുതുക്കിയത് പ്രകാരം ആകെ ജീവികളുടെ എത്ര ശതമാനമാണ് ഉൾപ്പെടുന്നത്? 28%. നഗരത്തിലെ ദാരിദ്ര്യ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി DG ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ്. ഒക്ടോബർ 14 NSGയുടെ 6ാമത്തെ കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ അയോധ്യയിൽ. ഇന്ത്യയിലെ ഏതൊക്കെ
ചുമമരുന്നുകളെയാണ് ലോകാരോഗ്യ സംഘടന ജാഗ്രതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കോൾഡ് റിഫ്, റെസ്പിഫ്രഷ്, റിലൈഫ്. രാജ്യത്തെ കാട്ടാനകളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക. കേരളം 4-ാം സ്ഥാനം. കേരളത്തിൽ ഏത് മുൻ മുഖ്യമന്ത്രിയെയാണ് ഈയിടെ തമിഴ്നാട് നിയമസഭ ആദരിച്ചത്? വി.എസ്. അച്യുതാനന്ദൻ. അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിവരശേഖര നിർമ്മിത ബുദ്ധി ഡേറ്റ AI ഹബ് പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്ത്. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാട്. 2-ാം സ്ഥാനം ഹരിയാന. ഈയിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ബുക്ക് എഴുതിയത് അരുന്ധതി റോയ്. 0-25 ഒക്ടോബറിൽ ഈ വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളറായി മാറിയത് മുഹമ്മദ് സിറാജ്. ഒക്ടോബർ 15 സ്റ്റെഡ്ഫാസ്റ്റ് നൂൺ 2025 എന്ന് വിളിക്കപ്പെടുന്ന നാറ്റോയുടെ ആണവ പ്രതിരോധ വ്യായാമത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നെതർലൻഡ്. ദുരന്ത മുൻകൂർ മുന്നറിയിപ്പ് പ്ലാറ്റ്ഫോമായ സച്ചേറ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഏജൻസി C-DOT. 2025 ഒക്ടോബറിൽ പുറത്തുവന്ന ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഗോവ മുൻ മുഖ്യമന്ത്രിയും നിലവിൽ കൃഷിമന്ത്രിയുമായിരുന്ന വ്യക്തി രവി നായിക്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണം, കായിക സാക്ഷരത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഹെൽത്തി കിഡ്സ്. സംസ്ഥാനത്ത് ഹിന്ദി ഭാഷ നിരോധിക്കാൻ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സർക്കാർ തമിഴ്നാട്. ഒക്ടോബറിൽ ജെൻസി പ്രക്ഷോഭമുണ്ടായ രാജ്യം മഡഗാസ്കർ. 2025 100-ാം വാർഷികം ആഘോഷിക്കുന്നത് ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധി. ഒക്ടോബർ 16 2025 UA ഖാദർ പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ IUCN വേൾഡ് ഹെറിറ്റേജ് റിപ്പോർട്ട് അനുസരിച്ച് കാര്യമായി ശ്രദ്ധ കൊളുത്തേണ്ട മേഖല പശ്ചിമഘട്ടം. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ ഡ്രോൺ നിർമ്മിച്ച് ശ്രദ്ധേയരായി മാറിയ സംരംഭം ഐറോവ് ടെക്നോളജീസ്. ഏത് കമ്പനിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വാണിജ്യപരമായി പായ്ക്ക് ചെയ്ത ആദ്യ മൾട്ടി ചിപ്പ് മെഡ്യൂൾ അമേരിക്കയിലേക്ക് അയച്ചത്? കെയ്ൻ സെമിക്കോൺ. ഉടമസ്ഥൻ മലയാളിയായ രമേശ് കണ്ണനാണ്. സെപ്റ്റംബർ മാസത്തെ മികച്ച താരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുരസ്കാരം ലഭിച്ചത്? അഭിഷേക് ശർമ്മ, സ്മൃതി മന്ദാന. ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 17. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇന്ത്യ. ദ ലോ ട്രസ്റ്റിന്റെ 11ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് ജസ്റ്റിസ് P സദാശിവം. ആധാറുമായി ചേർന്ന് സ്കീം ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി അസോസിയേഷൻ ആരംഭിച്ച സംഘടന UIDAI. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കാനും തുല്യ അവസരം ഉറപ്പുവരുത്താനുമുള്ള നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് ആശാ മേനോൻ. 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനം GV രാജ സ്കൂൾ. 2025 ഒക്ടോബറിൽ അന്തരിച്ച 1953 എഡ്മണ്ട് ഹിലരിക്കും ടെൻസിംഗ് നോർഗയ്ക്കുമൊപ്പം എവറസ്റ്റ് ഏറിയ അംഗം കാഞ്ച ഷെർപ്പ. 2025 ഒക്ടോബറിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ് ഹലോങ് ചുഴലിക്കാറ്റ്.
ഒക്ടോബർ 18 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടനും സംവിധായകനുമായ വ്യക്തി ഗോവർദ്ധൻ അസ്രാണി. ഉയർന്ന വിളവ് നൽകുന്നതും ദീർഘകാലം വിളവ് ലഭിക്കുന്നതുമായ പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 ഒക്ടോബറിൽ സർക്കാർ ആരംഭിച്ച ദൗത്യം കപാസ് ക്രാന്തി മിഷൻ. നിയമനിർമ്മാണത്തിലൂടെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ. 2025-28 UN ഗ്ലോബൽ ജിയോസ്പേഷ്യലിൻ്റെ റീജിയണൽ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച VS അച്യുതാനന്ദന്റെ സംസ്ഥാനത്തെ ആദ്യ സ്മാരകം നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദി വർക്കല. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ഗവരിയാർ ലാൽജി, 23 വയസ്സ്. അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 വേദി രാജസ്ഥാൻ. ഒക്ടോബർ 19 അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ബ്രാൻഡായ എക്സ്പീരിയൻസ് അബുദാബി ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ദീപിക പദുക്കോൺ. തേയിലയിലെ പൂവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സർവകലാശാല നാഗാലാൻഡ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്. സൈബർ ആക്രമണത്തിൽ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 2025 നവംബർ മാസം മുതൽ എത്ര രൂപയായിരിക്കും എന്നാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. 1800. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. കേരള ഹൈക്കോടതി. സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ, വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായ ജില്ല തിരുവനന്തപുരം. 2025 ഒക്ടോബറിൽ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ. ഒക്ടോബർ 20 ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസത്തിന്റെ വേദി ബസാൽ, ദക്ഷിണ കൊറിയ. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ രണ്ടാമത്തെ ചെറിയ രാജ്യം കേപ്പ് വെർദെ. 67ാമത് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ഗുഡ്വിൽ അംബാസഡറായ സിനിമാ താരം കീർത്തി സുരേഷ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി വീണ്ടും തിരഞ്ഞെടുത്തത് ലാഹോർ. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് നേതാക്കളായ ടീം രജപുത്താന റോയൽസ്. RBI റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം UPI പണമിടപാട് നടക്കുന്ന സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക് നഫിത്രോമൈസിൻ. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതനായത് സാനെ തക്കായിച്ചി. അപ്പോൾ ഇത്രയാണ് 11 തൊട്ട് 20 വരെയുള്ള ഒക്ടോബർ മാസത്തെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.